ഒരാളുടെ ജോലിയും പദവിയും ഒക്കെയാണ് സമൂഹത്തിൽ അയാളുടെ മാന്യത നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹരി അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ പലപ്പോഴും ഇങ്ങനെയൊരു ചോദ്യം ഞാനും ധാരാളമായി കേട്ടിട്ടുണ്ട്, ഞാനും പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന സമയത്തെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ പ്രാധാന്യം ഇത്രയുണ്ട് എന്ന് ചിന്തിക്കാറുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്, എന്താണ് ജോലി, എന്താണ് പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു കർമ്മം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്കൊരു ജോലിയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു എന്താ പറയുക യോഗ്യത എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഒരു സ്ഥാപനത്തിനുള്ളിൽ നമ്മൾ മനുഷ്യരെ പറ്റി നമ്മൾ കോമണായി നമ്മൾ പറയുന്നു എന്താണ് ജോലി എന്ന് ചോദിക്കുന്നു. അത് ലോകത്ത് വിവിധങ്ങളായിട്ടുള്ള ജോലി ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ചോദിക്കുന്നതിനപ്പുറേക്ക് ഈ ഒരു വിഷയത്തെ തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി എന്ന് ചോദിക്കുന്നു. എന്താണ് പേര്, ഇവിടെ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ളൂ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന സെക്ഷനിലാണ്, അവിടെ ഒരു സെക്ഷനിലല്ലാതെ ഞാൻ ഒരു സെക്ഷനിലും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരാൾ ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലുണ്ടാവില്ല. ഒന്നുകിൽ ഞാൻ സെക്യൂരിറ്റിയിലാണ്, ഞാനല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങിലാണ്, ഞാനല്ലെങ്കിൽ എൻജിൻ സെക്ഷനിലാണ്, ഞാനല്ലെങ്കിൽ ഓപ്പറേഷൻസിലാണ്, ഞാനല്ലെങ്കിൽ അക്കൗണ്ട്സിലാണ്. ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ ചോദിക്കുന്ന വ്യക്തിക്ക് പറയാനുണ്ടാവും. അങ്ങനെയല്ലാതെ ഒരാളവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം അവരെ എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കും സ്വാഭാവികം. കാരണം ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളെ എന്തായാലും ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഭൂമി എന്നുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനത്തിൽ, ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ മനുഷ്യന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം ചെറുപ്പത്തിൽ ജനിച്ച് നമുക്ക് ട്രെയിനിങ് തന്ന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് കയറി നമ്മൾ റിട്ടയർ ചെയ്ത് എൻജോയും കൂടി ചെയ്തതിന് ശേഷമേ നമ്മളെ ഇവിടുന്ന് തിരിച്ച് ഈശ്വരൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കർമ്മം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്.